ഇപ്പോൾ ചാത്തന്നൂരിലേക്ക് വിലാപയാത്ര കടന്നെത്തുകയാണ്. അവിടെ ശ്രീരാജ് ബാബു ഉണ്ട്. ശ്രീരാജ്, കൊല്ലം ജില്ലയിലേക്ക് കടന്നു. കൊല്ലം ജില്ലയിൽ ഏറെക്കുറെ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. നിരവധി ആളുകളാണ് വഴിനീളെ കാത്തു നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. തൊഴിലാളികൾ ഏറെയുള്ള സ്ഥലമാണ്, പ്രത്യേകിച്ചും ചാത്തന്നൂർ അടക്കമുള്ള മേഖല എന്ന് പറയുന്നത് CPIM-ന് വളരെയധികം വേരോട്ടമുള്ള ഒരു സ്ഥലം കൂടിയാണ്. അവിടെ എത്രമാത്രം ആളുകളാണ് തങ്ങളുടെ പ്രിയപ്പെട്ട സഖാവിനെ അവസാനമായി ഒരു നോക്ക് കാണാനായി എത്തിയിരിക്കുന്നത്? സ്വാതി, ഈ പ്രതികൂലമായ കാലാവസ്ഥയിലും നിരവധി ആളുകളാണ് ഇവിടേക്ക് ചാത്തന്നൂരിലേക്ക് VS-ന് ഏറ്റവും അവസാനമായി ഒരു നോക്ക് കാണാനായി ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. കൊല്ലത്തേക്ക് ഈ വിലാപയാത്ര കയറിയത് മുതൽ തന്നെ നമ്മൾ കാണുന്നതാണ്. കൊല്ലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിരവധി ആളുകൾ എത്തുന്നുണ്ട്. VS അച്യുതാനന്ദന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ അവസാനമായി ഒരു നോക്ക് കാണാനായിട്ട്. ചാത്തന്നൂരിലും സ്ഥിതി വ്യത്യസ്തമല്ല. നിരവധി ആളുകൾ, സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള നിരവധി ആളുകൾ ഇവിടേക്ക് VS അച്യുതാനന്ദനെ ഒരു നോക്ക് കാണാനായിട്ട് ഇവിടേക്ക് എത്തുന്നുണ്ട്. ചേട്ടാ, എപ്പോഴാണ് എത്തിയേ? സഖാവ് VS രാജ്യത്തിന് തന്നെ മാതൃകയായി മാർക്സിസ്റ്റ് പാർട്ടിക്ക് നഷ്ടപ്പെട്ട ഒരു നേതാവാണ്. 100 വയസ്സുള്ള CPM-ന്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് 102 വയസ്സുള്ള സഖാവ് VS രാജ്യത്തിന് തന്നെ മാതൃക, കേരളത്തിന് മാതൃകയായി പ്രവർത്തിച്ചു വന്ന സഖാവാണ്. ആ സഖാവിൻ്റെ വേർപാടിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു. അങ്ങനെയാണ് നിരവധി ആളുകൾ, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ പ്രായമായ ആളുകൾ, ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ, അങ്ങനെ നിരവധി ആളുകൾ വൈകുന്നേരം മുതൽ തന്നെ ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിൽ ഇത്തരത്തിൽ VS അച്യുതാനന്ദൻ്റെ വിലാപയാത്ര കടന്നുപോകുന്ന വിവിധ കേന്ദ്രങ്ങളിൽ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ചാത്തന്നൂരിലും സമാനമായ സാഹചര്യമാണ്. നിരവധി ആളുകൾ VS അച്യുതാനന്ദൻ അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ, അനുശോചനം രേഖപ്പെടുത്താനായി, അവസാനമായി ഒരു നോക്ക് കാണാനായിട്ട് ഇവിടേക്ക് എത്തുന്നുണ്ട്. VS അച്യുതാനന്ദൻ സ്വാഭാവികമായും ഏറെ സ്വാധീനമുള്ള ഒരു ജില്ല തന്നെയാണ് കൊല്ലം ജില്ല. നിരവധി സമര പോരാട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു ജില്ല. നിരവധി കർഷക തൊഴിലാളികൾ, കശുവണ്ടി തൊഴിലാളികൾ, കയർ തൊഴിലാളികൾ, അത്തരത്തിൽ നിരവധി തൊഴിലാളി പ്രസ്ഥാനങ്ങളുള്ള, അല്ലെങ്കിൽ തൊഴിലാളി സമര പോരാട്ടങ്ങൾക്കെല്ലാം സാക്ഷ്യം വഹിച്ച ഒരു ജില്ല കൂടിയാണ് കൊല്ലം ജില്ല. സ്വാഭാവികമായും അത്തരത്തിലുള്ള സ്വാധീനം, അത്തരത്തിലുള്ള ആളുകൾക്കിടയിലുള്ള, സാധാരണക്കാർക്കിടയിലുള്ള സ്വാധീനം സഖാവ് VS അച്യുതാനന്ദന് കൊല്ലം ജില്ലയിലുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഇത്രയും ഈ സമയം ഒരു മണി പിന്നിട്ടിരിക്കുന്നു. ഇപ്പോൾ കനത്ത മഴയുമുണ്ട്. ഈ പ്രതികൂല കാലാവസ്ഥയിലും ഈ സമയത്തും സമാനമായ രീതിയിൽ ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ VS അച്യുതാനന്ദനെ ഏറ്റവും ഒടുവിൽ ഒരിക്കൽ കൂടി കാണാൻ വേണ്ടിയിട്ട്, അവർക്ക് അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ വേണ്ടിയിട്ട് ചെറിയ കുട്ടികളടക്കം, സ്ത്രീകളടക്കം, നിരവധി ആളുകൾ, പ്രായമായ ആളുകളടക്കം, ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആളുകളടക്കം നിരവധി ആളുകൾ കൊല്ലം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കൊണ്ടിരിക്കുന്നു. നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ മലപ്പുറത്ത് നിന്നെത്തിയ ആളുകൾ സംസ്ഥാനത്തെ സമാനമായ രീതിയിൽ ജില്ലയിലേക്ക് അടക്കം എത്തിക്കൊണ്ടിരിക്കുന്നു. അത് VS അച്യുതാനന്ദനോടുള്ള, VS അച്യുതാനന്ദൻ രാഷ്ട്രീയ നേതാവിനോടുള്ള ഏറ്റവും വലിയ ആ സ്നേഹം സൂചിപ്പിക്കുന്നതാണ്. ഇവിടേക്ക് എത്തുന്നുണ്ട്. സമര സെക്ഷനത്തിലേക്ക് ഈ ഒരു മണി എല്ലാ ആളുകൾക്കും പ്രിയപ്പെട്ടവനായ, പ്രിയങ്കരനായ ഒരു നേതാവായിരുന്നു VS അച്യുതാനന്ദൻ. അതുകൊണ്ട് തന്നെ ഈ ജനസഞ്ചയമൊന്നും തന്നെ നമ്മിൽ അത്ഭുതമുളവാക്കേണ്ട കാര്യമില്ല. കാരണം നമുക്കറിയാം, VS അച്യുതാനന്ദനെ കാണാൻ ഇതിലും അധികം ആളുകൾ ഇവിടേക്ക് എത്തും. VS-ന്റെ സമരങ്ങൾ നേരിട്ട് കണ്ട, VS-ന്റെ മുദ്രാവാക്യങ്ങൾ നേരിട്ട് കണ്ട, VS-ന്റെ പ്രസംഗങ്ങൾ നേരിട്ട് കണ്ട നിരവധി ആളുകൾ നമുക്കിടയിലുണ്ട്. ഇതൊന്നും കാണാത്ത, VS-നെ നേരിട്ട് കണ്ടിട്ടില്ലാത്ത, VS-നെ പറ്റി കേട്ടറിഞ്ഞ് മാത്രമുള്ള, വായിച്ചറിഞ്ഞിട്ട് മാത്രമുള്ള നിരവധി ചെറുപ്പക്കാർ, നിരവധി ചെറിയ കുട്ടികൾ അവരുമുണ്ട് ഇവിടെ. അത്തരത്തിൽ എല്ലാ തരത്തിലുമുള്ള എല്ലാ വിഭാഗം ആളുകളും VS-നെ അവസാനമായി ഒരു നോക്ക് കാണാനായി ഇവിടേക്ക് എത്തുന്നു. ഇവരെല്ലാം പറയുന്നത് VS ജീവിച്ചതും
VS നയിച്ച സമരങ്ങളുമെല്ലാം ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് വേണ്ടിയായിരുന്നു. ബാല്യകാലം മുതൽ തന്നെ ആരംഭിച്ച ആ സമരം ബാല്യത്തിൽ സമരം ചെയ്തു, യൗവനത്തിൽ സമരം ചെയ്തു, വാർദ്ധക്യത്തിൽ സമരം ചെയ്തു, ഏറ്റവും ഒടുവിൽ മരണക്കിടക്കയിലും ആരോഗ്യപരമായ പ്രശ്നങ്ങൾക്കിടയിലും ആശുപത്രി കിടക്കയിലും ആ ജീവിതത്തോട് മരണത്തോട് സമരം ചെയ്ത സഖാവാണ് VS അച്യുതാനന്ദൻ എന്ന് ഇവിടെ എത്തുന്ന ഓരോ ആളുകളും പറഞ്ഞു വെക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ VSനെ കാത്തുള്ള ഈ ജനസഞ്ചയത്തിൽ അത്ഭുതമുളവാക്കുന്ന ഒന്നും തന്നെയില്ല. സ്വാഭാവികമാണ്, അത്രത്തോളം ജനസ്വാധീനമുള്ള ഒരു നേതാവായിരുന്നു. രാഷ്ട്രീയത്തിനതീതമായി, ഏതെങ്കിലും കക്ഷി രാഷ്ട്രീയത്തിനതീതമായി എല്ലാ തരത്തിലുമുള്ള എല്ലാ തുറയിലുമുള്ള ആളുകളെ ഒരേപോലെ ചേർത്ത് നിർത്തിയ, അവർക്കെല്ലാം ഒരേപോലെ പ്രിയങ്കരനായ ഒരു നേതാവായിരുന്നു VS അച്യുതാനന്ദൻ. അതുകൊണ്ട് തന്നെ ഇനിയും ഈ വിലാപയാത്ര കടന്നു പോകുന്ന വഴികളിലെല്ലാം തന്നെ ഇനിയും സമാനമായ രീതിയിലുള്ള ആൾക്കൂട്ടങ്ങൾ, ജനസഞ്ചയം സാക്ഷ്യം വഹിക്കും. അതുകൊണ്ട് തന്നെ ഈ കാലം സാക്ഷി, ചരിത്രം സാക്ഷി എന്ന് പറയുന്നത് പോലെ ഈ ജനസാഗരം സാക്ഷിയാക്കിയാണ് VS അച്യുതാനന്ദൻ്റെ വിലാപയാത്ര ഈ പാതയിലൂടെ കടന്നു പോകുന്നത്. ഈ ദേശീയപാതയുടെ ഇരുവഴികളിലും ഇരുവശങ്ങളിലും ഒഴുകിയെത്തുന്ന ആളുകൾ പറഞ്ഞു വെക്കുന്നതും സമാനമായ സാഹചര്യം തന്നെയാണ്. VS എന്ന രണ്ടക്ഷരം, VS എന്ന രാഷ്ട്രീയ നേതാവ് ഈ കേരളത്തിലെ സാധാരണക്കാർക്കിടയിൽ എത്രത്തോളം വലിയ സ്വാധീനം ചെലുത്തിയിരുന്നു എന്നുള്ള കാര്യം. ചേട്ടാ, എപ്പോൾ വന്നേ VSനെ കാണാനായിട്ട്? ഇന്നിപ്പോൾ 2 മണിക്കൂറായി. ഇത്രയും സമയമായില്ലേ? VSനെ കണ്ടിട്ടേ പോകുന്നുള്ളൂ? അത്രേ ഉള്ളൂ. VSനെ എങ്ങനെയാണ് ഓർക്കുന്നത്? VS എന്ന് പറഞ്ഞ ഒരു പോരാളിയായിരുന്നു. പിന്നെ അഴിമതിക്കും അനീതിക്കുമെതിരെ പോരാടുന്ന ഒരു പോരാളിയായിട്ടാണ് ഞാൻ VSനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എപ്പോൾ വന്നെയാ? ഒരു 2-2.5 മണിക്കൂറായി കാണും. ഇപ്പോൾ VSനെ കണ്ടിട്ടേ പോകുന്നു? VSനെ കണ്ടിട്ട് ഇത്രയും കാത്തുനിന്നില്ല, ഈ മഴയും എല്ലാം അവഗണിച്ച് നിൽക്കുകയാണ്. VSനെ കണ്ടിട്ടേ പോകുള്ളൂ. VSനെ കണ്ടിട്ടുണ്ടോ നേരത്തെ? എൻ്റെ സ്ഥലം കൊട്ടാരക്കരയാണ്. അവിടെയൊക്കെ വന്നപ്പോൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. പ്രസംഗമൊക്കെ കേട്ടിട്ടുണ്ടല്ലേ? പ്രസംഗമൊക്കെ കേട്ടിട്ടുണ്ട്. ചേട്ടാ, എവിടെ നിന്നാണ് വരുന്നത്? പത്തനംതിട്ടയാണ്. പത്തനംതിട്ടയിൽ നിന്ന്. എപ്പോൾ വന്നെയാ? ഞങ്ങൾ 5 മണിക്ക് ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന്. VSനെ കാണാനായിട്ട് വന്നതല്ലേ? VSനെ കാണാൻ വേണ്ടി ഞങ്ങൾ 5 പേര് പ്രത്യേകം ഒരു കാറൊക്കെ വിളിച്ച് ഞങ്ങൾ വന്നതാണ് ഇവിടെ. NCPയുടെ ജില്ലാ പ്രസിഡന്റാണ്. ഞങ്ങൾ കുറേ നേരം തൊട്ട് കണ്ടുകൂടാണ്. ഈ മഴയത്തും കണ്ടിട്ടേ പോകുന്നുള്ളൂ? കണ്ടിട്ടേ പോകുന്നുള്ളൂ, തീർച്ചയായിട്ടും. അതിനുവേണ്ടിയാണ് ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. അങ്ങനെ തന്നെയാണ്. യൂണിയൻ്റെ സ്ഥാപക നേതാവല്ല VS. കർഷകത്തൊഴിലാളിനെ ജില്ലാ പ്രസിഡന്റാണ്. ആ മനുഷ്യനെ കുറിച്ച് വലിയ ആത്മാർത്ഥത ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് വന്നേ കാണാൻ വേണ്ടി. അരുണി, അങ്ങനെയാണ് ജിനീഷ്, അങ്ങനെയാണ് നിരവധി ആളുകൾ. അവർ കൊല്ലം ജില്ലയിലുള്ളവർ മാത്രമല്ല, വിവിധ ജില്ലകളിൽ നിന്നും പത്തനംതിട്ടയിൽ ജില്ലയിൽ നിന്ന് എത്തിയ ആളുകളാണ് അല്പസമയം മുമ്പ് സംസാരിച്ചത്. അവർ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് വൈകിട്ടോടുകൂടി കൊല്ലത്തേക്ക് എത്തിയതാണ്. VS അച്യുതാനന്ദൻ്റെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള ആ വിലാപയാത്ര വരുമ്പോൾ ഒരു നോക്ക് കാണാൻ ഒരുപക്ഷെ 2-3 നിമിഷം മാത്രമായിരിക്കും അവർക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ ആ സമയം VSന് വേണ്ടി ആ സമയം VS അച്യുതാനന്ദൻ അന്ത്യാഭിവാദ്യം അർപ്പിക്കാനായിട്ട് നിരവധി ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ പറയാറുണ്ടല്ലോ, ഒരാൾ മറ്റൊരു മനുഷ്യന് നൽകുന്ന ഏറ്റവും വലിയ കാര്യം ആ സമയമാണെന്ന്. VSൻ്റെ ചെറുപ്പകാലവും VSൻ്റെ യൗവനവും VSൻ്റെ വാർദ്ധക്യവും എല്ലാം ആ സമയങ്ങളെല്ലാം ചിലവഴിച്ചത് ഈ മനുഷ്യർക്ക് വേണ്ടിയാണെന്നും ഈ മനുഷ്യരുടെ മോചനത്തിന് വേണ്ടിയാണെന്നും സമരത്തിന് വേണ്ടിയാണെന്നും തൊഴിലാളികൾക്കും കർഷകർക്കും വേണ്ടിയാണെന്നും ഉറപ്പിച്ചു പറയുന്ന, അടിവരയിടുന്ന തരത്തിലാണ് ഇവിടെ എത്തുന്ന ആളുകളുടെ എല്ലാവരുടെയും തന്നെ പ്രതികരണം. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി അവർ ഈ അന്ത്യാഭിവാദ്യം അതിനെ കാണുന്നു. VSനെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു നിരവധി ആളുകൾ. സ്ത്രീകളും കുട്ടികളോടും അടക്കം നിരവധി ആളുകൾ ഈ പ്രതികൂലമായ കാലാവസ്ഥയിലും ഈ കൊല്ലം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും, മലയോര പ്രദേശത്തു നിന്നും തീരപ്രദേശത്തു നിന്നുമെല്ലാം തന്നെ ഇവിടേക്ക് എത്തിയിരിക്കുന്നത് VS അച്യുതാനന്ദനെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അത്രത്തോളം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് VS അച്യുതാനന്ദൻ എന്ന രാഷ്ട്രീയ നേതാവ് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്കിടയിൽ. നമുക്കറിയാം, കൊല്ലം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ ഏറ്റവും സാധാരണക്കാരായ കൂലിപ്പണിക്കാരായ ഓട്ടോറിക്ഷ തൊഴിലാളികളായ ചുമട്ട് തൊഴിലാളികളായ മത്സ്യത്തൊഴിലാളികളായ അനവധി ആളുകൾ ഇവിടേക്ക് എത്തുന്നത് VS അച്യുതാനന്ദൻ എന്ന ആ രണ്ടക്ഷരത്തിന് വേണ്ടിയിട്ടാണ്. VS എന്ന രണ്ടക്ഷരത്തിന് വേണ്ടിയിട്ട് മാത്രമാണ്. കണ്ണേകരളെ VS എന്ന മുദ്രാവാക്യങ്ങളാണ് ഈ ജില്ലയുടെ എല്ലാ ഭാഗത്തും എല്ലായിടവും കൂടി നിൽക്കുന്ന ആളുകളെല്ലാം തന്നെ ഈ കണ്ണേകരളെ VS എന്ന ആ മുദ്രാവാക്യമാണ് ഇപ്പോൾ വിളിക്കുന്നത്. ഏറ്റവും ഒടുവിലായി VS അച്യുതാനന്ദൻ്റെ വിലാപയാത്ര വരുമ്പോൾ ഏറ്റവും ഒടുവിലായി അച്യുതാനന്ദന് വേണ്ടി ആ മുദ്രാവാക്യം ഈ മനുഷ്യർ ഒന്നുകൂടി വിളിക്കുകയാണ്. ഒരു കാലഘട്ടത്തിൽ ഒരു സമയം ആ VS അച്യുതാനന്ദനോടൊപ്പം, ആ രാഷ്ട്രീയ നേതാവിനൊപ്പം ഒന്നും തിരിച്ചു പ്രതീക്ഷിക്കാതെ ചേർന്ന് നിന്നവർ ഇന്ന്
ഒരു കാലഘട്ടത്തിൽ VS കൊണ്ട വെയിലെല്ലാം ഇപ്പോൾ ഇവരുടെ തണലായി ഇവർ അനുഭവിക്കുമ്പോൾ അവരുടെ സമയം, അവരുടെ ആ രാത്രി ആ VS അച്യുതാനന്ദന് വേണ്ടിയിട്ട് മാറ്റിവെച്ചുകൊണ്ട് VS അച്യുതാനന്ദന് വേണ്ടിയിട്ട് മുദ്രാവാക്യം മുഴക്കുന്നതിന് വേണ്ടിയിട്ട് അവരിവിടേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ചേട്ടാ എപ്പോഴാണ് എത്തിയത് ഇവിടെ? ഞങ്ങൾ കോട്ടയത്ത് നിന്ന് വരുവാണ്. ഞങ്ങൾ കുറേ നേരമായി നോക്കിയിരിക്കുകയാണ് VS എന്നും സാധാരണക്കാർ ജനങ്ങളെല്ലാം വലിയ ആവേശമായി നിൽക്കുന്ന സഖാവാണ്. ആ സഖാവിൻ്റെ വിയോഗമെന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരാണ്. ഞങ്ങൾ താങ്ങാവുന്നതല്ല. എങ്കിലും അത് ഞങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞങ്ങൾ VSന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. VSൻ്റെ അവസാനമായത് കാണാൻ വേണ്ടി ഞങ്ങൾ കാത്തു നിൽക്കുകയാണ്. മുൻപൊക്കെ VSനെ കണ്ടിട്ടുണ്ടോ? നേരിട്ട് ഞങ്ങൾ യോഗങ്ങളിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ VSൻ്റെ ഒരു അഭാവം എന്ന് പറയുന്നത് വരുംകാല പ്രവർത്തനങ്ങളിൽ വലിയൊരു പ്രതിസന്ധി ഉണ്ടാവും. എങ്കിലും ഈ ഒരു ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങൾ ഈ ഒരു അബദ്ധത്തിൽ കാത്തു നിൽക്കുകയാണ് VSന് വേണ്ടി. രുചീഷ്, അങ്ങനെയാണ് കേരളത്തിൻ്റെ തന്നെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ആളുകൾ ഇവിടേക്ക് VS അച്യുതാനന്ദനെ കാണാനായിട്ട് എത്തുന്നുണ്ട്. നമുക്ക് കാണാം ചെറിയ കുട്ടികളെ അടക്കം തോളത്തിട്ടുകൊണ്ട് അമ്മ കനത്ത മഴയത്തും പ്രതികൂലമായ കാലാവസ്ഥയിലും VSനെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ കാത്തു നിൽക്കുകയാണ്. അത്രത്തോളം സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ ഇടയിൽ സ്വാധീനം ചെലുത്തിയ നേതാവ് കൂടിയാണ് VS. അമ്മ എപ്പോഴാണ് വന്നേ? കുറച്ച് നേരമായി. ഉറങ്ങി കണ്ടിട്ടേ പോകുന്നുള്ളൂ? നല്ല മഴയുണ്ട്. എങ്ങനെ മഴയുണ്ടെങ്കിലും കണ്ടിട്ടേ പോകുന്നുള്ളൂ. VSനെ എങ്ങനെയാ ഓർക്കുന്നത്? VS നല്ലൊരു പിതാവാണ്. ഈ രാത്രിയിലും ഇങ്ങനെ വന്നിരുന്ന് കാണാൻ കാര്യം എന്താ? നല്ലൊരു പ്രവർത്തനമായിരുന്നു. അങ്ങനെയാണ് രുചീഷ്, ഈ സാധാരണക്കാരായിട്ടുള്ള എല്ലാ മനുഷ്യരുടെ ഇടയിലും അത്രത്തോളം സ്വാധീനം ചെലുത്തിയ, രാഷ്ട്രീയത്തിനതീതമായിട്ട് എന്ന് തന്നെ പറയണം, രാഷ്ട്രീയത്തിനതീതമായി സ്വാധീനം ചെലുത്തിയ ഒരു മനുഷ്യൻ തന്നെയായിരുന്നു VS അച്യുതാനന്ദൻ. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളും, എല്ലാ മേഖലയിലും പെട്ട ആളുകളെല്ലാം തന്നെ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് VSന് അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കണ്ണേകരളെ VS എന്ന മുദ്രാവാക്യം ഏറ്റുവിളിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എന്തായാലും നിരവധി ആളുകൾ ഇവിടേക്ക് കൊല്ലം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ നിന്നും, മലപ്പുറം ജില്ലയിൽ നിന്നും, കോട്ടയം ജില്ലയിൽ നിന്നും, അങ്ങനെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇവിടേക്ക് ആളുകൾ എത്തുന്നതെല്ലാം തന്നെ VSനെ കാണാൻ വേണ്ടിയിട്ടാണ്. VSൻ്റെ വിലാപയാത്രയെ അഭിമുഖീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അന്ത്യാഭിവാദ്യം VSന് വേണ്ടിയിട്ട് ആ മുദ്രാവാക്യം, കണ്ണേകരളെ VS എന്ന മുദ്രാവാക്യം വിളിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർക്കൊപ്പം നിന്ന, സാധാരണക്കാരായ മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ള സമരങ്ങളുടെ എല്ലാം മുന്നിൽ നിന്ന VS അച്യുതാനന്ദൻ രാഷ്ട്രീയത്തിൻ്റെ അതികായൻ എന്നൊക്കെ പറയുന്നതിനപ്പുറത്തേക്ക് ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർക്കിടയിൽ സ്വാധീനം ചെലുത്തിയ ഒരു നേതാവായിരുന്നു. CPIM-നോടൊക്കെ പലപ്പോഴും കലഹിച്ചും പാർട്ടിക്കുള്ളിൽ കലഹിച്ചും എപ്പോഴും ജനങ്ങൾക്കൊപ്പം നിന്ന ആ നേതാവിന് വേണ്ടിയിട്ടാണ് ഈ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ ഉൾപ്പെട്ട ആളുകൾ, CPIM പ്രവർത്തകർ, ഇടതുപക്ഷ അനുഭാവികൾ, ഒരു രാഷ്ട്രീയത്തിലും പെടാത്ത ആളുകൾ, അങ്ങനെ നിരവധി ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. ചെറിയ മോനെ എപ്പോഴാണ് വന്നേ? കുറച്ച് മുമ്പേ. ആരെ കാണാൻ നിൽക്കുവോ? VSനെ കാണാൻ നിൽക്കുവോ? അമ്മയാണോ പറഞ്ഞു തന്നിട്ടുണ്ടോ VSനെ പറ്റിയൊക്കെ? പറഞ്ഞു തന്നിട്ടില്ല? പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എപ്പോഴാ വന്നേ? 2 മണിക്കൂർ കൂടുതലായി. അപ്പോൾ കണ്ടിട്ടേ പോകുള്ളൂ? അതെ. അങ്ങനെ നിരവധി ആളുകൾ, ചെറിയ കുട്ടികളടക്കം നിരവധി ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് VS അച്യുതാനന്ദന് വേണ്ടിയിട്ട്. VS അച്യുതാനന്ദൻ്റെ വിലാപയാത്ര കാണുന്നതിന് വേണ്ടിയിട്ട് റെഡ് വോളണ്ടിയർമാരടക്കം പോലീസടക്കം ഈ ജനസഞ്ചയത്തെ നിയന്ത്രിക്കാനുള്ള ശ്രമത്തിലാണ്. പക്ഷേ അതിനെല്ലാം അപ്പുറം VSനെ ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഈ ജനസഞ്ചയം ഇവിടെ തടിച്ചു കൂടിയിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പാർട്ടിക്കുള്ളിൽ കലഹിച്ചും പാർട്ടിക്ക് പുറത്തും പല പ്രസ്താവനകൾ നടത്തിയും അവയെല്ലാം തന്നെ ഈ സാധാരണക്കാർക്കായിട്ടുള്ള, അല്ലെങ്കിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു എന്ന ബോധ്യത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാകാം ഈ വിവിധ രാഷ്ട്രീയ പാർട്ടികളിലടക്കമുള്ള ആളുകൾക്ക് VS അച്യുതാനന്ദൻ എന്ന ആ വ്യക്തി അത്രത്തോളം സ്വാധീനമുള്ള നേതാവായി മാറിയത്. കേവലം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കപ്പുറത്തേക്ക് VS എന്ന നേതാവിൻ്റെ സ്വാധീനം VSന് സ്വാധീനം ചെലുത്താൻ കഴിയതും അങ്ങനെയായിരിക്കാം. പക്ഷേ എപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടൊപ്പം, കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളോടൊപ്പം അടിയുറച്ചു നിന്ന ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു VS അച്യുതാനന്ദൻ. അതുകൊണ്ട് തന്നെ നിരവധി ആളുകൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരടക്കം, ഇടതുപക്ഷ അനുഭാവികളടക്കം, വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെടുന്ന ആളുകളടക്കം നിരവധി ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. സ്വാഭാവികമായും അത്രത്തോളം ആളുകൾ ഇവിടേക്ക് എത്തുന്നതെല്ലാം തന്നെ VSനെ അവസാനമായിട്ടൊന്ന് കാണാൻ വേണ്ടിയിട്ടും അന്ത്യാഭിവാദ്യം അർപ്പിക്കാനും വേണ്ടിയിട്ടാണ്. രുചീഷ്.